നമസ്കാരം, എല്ലാവർക്കും മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്നുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കാം എന്താണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഗാൽവനോമീറ്റർ. നമ്മൾ ഒരു പക്ഷേ ഇത് ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇപ്പം ഫിഗറിൽ കാണുന്ന ആ ഒരു എക്യുപ്മെന്റ് ആണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. നമ്മൾ ഇന്ന് അതിന്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കും പഠിക്കാൻ പോകുന്ന. കൺസ്ട്രക്ഷനും അതിൻ്റെ പ്രിൻസിപ്പിളും ആയിരിക്കും നമ്മൾ തുടർന്ന് വരുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് വരുമ്പം തന്നെ നമുക്ക് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടോ, അതിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. നമുക്കിനി അതിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ട് നോക്കാം. കൺസ്ട്രക്ഷൻ പാർട്ടിലോട്ട് പോകുമ്പം ആദ്യമായിട്ട് അതിന് രണ്ട് കേവ് ഷേപ്പിലുള്ള രണ്ട് പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് നോർത്ത് പോളും സൗത്ത് പോളും ഫേസ് ടു ഫേസ് കോൺടാക്ട് വരുന്ന രീതിയിലായിരിക്കും അത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നോർത്ത് പോൾ ടു സൗത്ത് പോൾ നമ്മൾ കാണുന്നത് പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതുപോലെ അതിന് ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഉണ്ടായിരിക്കും. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് വരിക. ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഉണ്ടായിരിക്കും. ആ കറണ്ട് ലൂപ്പിന്റെ ഏറ്റവും മുകളിലത്തെ എൻഡും താഴത്തെ എൻഡും ഒരു സ്ക്രൂ ആയിട്ട് പൈവേർട്ട് ചെയ്തിരിക്കും. അതൊരു ഫ്രീ ടു റൊട്ടേറ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും അത് കണക്ട് ചെയ്തിരിക്കുക. അതിന്റെ ടോപ്പ് എൻഡും ഒരു സ്ക്രൂ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിന്റെ ബോട്ടം എൻഡും ഒരു സ്ക്രൂ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. സ്ക്രൂ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിനൊരു ആന്റി ടോർക്ക് കൊടുക്കുന്നതിന് സ്ക്രൂ സഹായകരമാവും. അതുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് റൊട്ടേറ്റ് ചെയ്ത് പോവാണ്, അത് ആ സ്ഥലത്തോട്ട് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകത്തില്ല. അതൊരു കൗണ്ടർ ടോർക്ക് കിട്ടി അത് അവിടെ നിന്ന് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ സ്ക്രൂ ആയിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഫ്രീ ടു റൊട്ടേറ്റ് ആയിരിക്കും നമ്മുടെ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ്. അതിന്റെ സെന്ററിൽ നമ്മൾ ഒരു സോഫ്റ്റ് അയൺ കോർ വെക്കും. അത് ഇതിന്റെ അകത്ത് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു ഷേപ്പ് കാരണം തന്നെ ഇതിന്റെ ഉള്ളിൽ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. നോർത്ത് ടു സൗത്ത് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത്. അത് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അതിന്റെ ഉള്ളിൽ കിട്ടുകയും ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ സെന്ററിൽ നിന്നും ഇപ്പൊ കാണുന്നത് പോലെ ഒരു നീഡിലുണ്ട്. അപ്പൊ നമ്മുടെ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് തിരിയുന്നതിനനുസരിച്ച് ആ നീഡിലും എങ്ങോട്ടാണെന്ന് വെച്ചാൽ അത് ഡിഫ്ലക്ഷൻ കാണിച്ചോളും. ഇത്തരത്തിൽ അത് ആ സർക്യൂട്ട് കംപ്ലീറ്റഡുമാണ്. നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ വയർ വെച്ച് കണക്ട് ചെയ്ത് ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റുമാണ്. ഇതാണ് ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ. നമുക്കിനി അതിന്റെ പ്രിൻസിപ്പിളിലേക്ക് കിടക്കാം. പ്രിൻസിപ്പിളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ പ്രിൻസിപ്പിൾ ആണ്. റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പം റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഫിഗറിൽ അത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ആ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിനെ നമുക്ക് നോക്കുമ്പോൾ അറിയാം എ ടു ബി എന്ന് പറയുന്നത് അതിലെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എ ടു ബിയും അതുപോലെ തന്നെ സി ടു ഡിയും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് വരുന്നത്. അതുകൊണ്ട് അവിടെ വരുന്ന ഫോഴ്സ് മാക്സിമം ആയിരിക്കും. എന്നാൽ ബി ടു സിയോ ഡി ടു എയോ അവിടെ വരുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഫോഴ്സ് സൈൻ തീറ്റ 0 ആണ്. അതുകൊണ്ട് ഫോഴ്സ് 0 ആയിരിക്കും. സോ മാക്സിമം ഫോഴ്സ് വരുന്ന എ ടു ബിയും അതുപോലെ സി ടു ഡിയിലും ആയിരിക്കും മാക്സിമം ഫോഴ്സ് വരുന്നത്. അവിടെ നമ്മൾ മുമ്പ് കണ്ടായിരുന്നു അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു എൻഡിൽ ഇൻ ടു ദ മീഡിയം മറ്റേ എൻഡിൽ ഔട്ട് ഓഫ് ദി മീഡിയം വരുന്നത് കൊണ്ട് അവിടെ ടോർക്ക് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഇവിടെ നീഡിൽ കണക്റ്റഡ് ആയതുകൊണ്ട് അത് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നീഡിലും ആ സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇത് തിരിച്ചായിരുന്നു റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നീഡിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്താണ്. അപ്പൊ കറണ്ടിന്റെ ഡിറക്ഷൻ അനുസരിച്ച് ഇത്തരത്തിൽ നമുക്ക് സെന്ററിൽ വെച്ചിരിക്കുന്ന നീഡിലിന്റെ ഡിഫ്ലക്ഷൻ കാണിക്കും. അതായത് കറണ്ട് അതിനുള്ളിലൂടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ ഒരു ടോർക്ക് കാരണം നമ്മുടെ സെന്ററിൽ വെച്ചിരിക്കുന്ന റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ നീഡിലിൽ കൃത്യമായിട്ട് കറണ്ട് ഉണ്ടോ ഇല്ലയോ ഏത് ഡിറക്ഷൻ ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് സഹായകരമാവും. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ്. ഇനി അതോടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് അതിന് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് തരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അവിടെയുള്ള ഒരു ഗുണം ഈ മാഗ്നറ്റിക് ഫീൽഡും നമ്മുടെ ഏരിയ വെക്ടർ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ടോർക്കിന്റെ എക്സ്പ്രഷൻ ഐ എ ബി സൈൻ തീറ്റ ആണ്. എം ഇൻറ്റു എം ക്രോസ് ബി ആണ് നമ്മൾ കണ്ടായിരുന്നു. എൻ ഐ എ ബി സൈൻ തീറ്റ ആണ്. അവിടെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, ഐ കറണ്ട് ആണ്. ബാക്കിയുള്ള ടേമുകൾ നമുക്കറിയാം എ ഏരിയ ആണ്, ബി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് അവിടെ നോക്കുമ്പോൾ അറിയാം, ഈ ഒരു ഫിഗർ നമുക്ക് ഒരു ടോപ്പ് വ്യൂ നോക്കുമ്പോൾ അറിയാം അവിടെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ കണ്ടോ 90 ഡിഗ്രി ആണ് വരുന്നത്. 90 ഡിഗ്രി വരുമ്പോഴാണ് നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ആ 90 ഡിഗ്രി എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് റേഡിയൽ ആയിട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ഒരു കോൺകേവ് ഷേപ്പിലുള്ള
മാഗ്നറ്റ് നമ്മളവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇക്വേഷനുകളിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന ടോർക്ക് നമ്മൾ മുമ്പിലത്തെ സെഷനിൽ പറഞ്ഞതുപോലെ അത് IAB ആണ്. IA ആണ് നമ്മൾ M എന്ന് വിളിച്ചത്, ശരിയാണല്ലോ. നമുക്ക് MB എന്നായിരുന്നു കിട്ടിയിരുന്നത്. ഇനി സർട്ടൺ ആംഗിളിലാണ് വെക്കുന്നതെങ്കിൽ M ക്രോസ് B എന്ന് വിളിക്കും. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ എന്ന് വരും. അവിടെ തീറ്റ 90 ഡിഗ്രി വരുമ്പം അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞതനുസരിച്ച് ഏരിയയും മാഗ്നറ്റിക് ഫീൽഡ് നമ്മളുടെ ആംഗിൾ 90 ഡിഗ്രി വരുമ്പം നമുക്ക് അവിടെ കിട്ടാൻ പോകുന്ന ടോർക്ക് മാക്സിമം ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. MB എന്നുള്ളതിനെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതാണ് I × A × B. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് മുതലേ പറയാറുണ്ട്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അവിടെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് NIAB എന്ന് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈൻ തീറ്റ 1 വന്നതുകൊണ്ടാണ് ആംഗിൾ ബിറ്റ്വീൻ ഏരിയ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന 90 ഡിഗ്രി വരുന്നത് കൊണ്ടാണ് സൈൻ 90 = 1 എന്ന് നമ്മൾ എടുക്കുന്നത്. ഫിഗറിൽ നമ്മൾ ആ ഒരു കോൺകേവ് ഷേപ്പിലുള്ള മാഗ്നറ്റ് കൊടുത്തിരിക്കുന്നതിന്റെ റീസണും എപ്പോഴും ഈ ആംഗിൾ 90 ഡിഗ്രി, ഏരിയയും മാഗ്നറ്റിക് ഫീൽഡും നമ്മളുടെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടോർക്ക് NIAB ആണ്. ക്ലിയർ ആണല്ലോ. മാക്സിമം ടോർക്കാണ് 90 ഡിഗ്രിയിൽ വരുമ്പോൾ അത് കിട്ടുന്നത്, അത് NIAB ആണ്. ഇനി നമ്മൾ പറഞ്ഞിരുന്ന ആ സ്പ്രിങ്, നമ്മുടെ കൺസ്ട്രക്ഷനകത്ത് ആ ഒരു സ്പ്രിങ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്തേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകാതെ അതിനൊരു കൗണ്ടർ ടോർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സ്പ്രിങ് കൊടുക്കുന്ന ആ ഇക്വിലിബ്രിയം പൊസിഷന് വരുമ്പോൾ ഇപ്പം ഇങ്ങനെ പോകുന്നു, ഒരു ഡയറക്ഷനിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ കണ്ടു അതിന്റെ നീഡിൽ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പൈവേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ആ സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ആ സ്പ്രിങ് കൊടുക്കുന്ന കൗണ്ടർ ടോർക്ക് കാരണം അതൊരു പർട്ടിക്കുലർ ആംഗിളിൽ വന്നിട്ട് അത് അവിടെ സ്റ്റേ ചെയ്യും ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ. സോ ആ സ്പ്രിങ് കൊടുക്കുന്ന കൗണ്ടർ ടോർക്കാണ് K∅ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പ്രിങ് കൊടുക്കുന്ന അതിന്റെ ഒരു ഓപ്പോസിഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് F = -KX ആയിരിക്കും. അപ്പൊ അത് K∅ നമ്മളുടെ ആംഗിളിലാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് വിൽ ബി K∅. ഇതിനകത്തും നമുക്ക് φ = അതായത് എന്തുമാത്രം ആംഗിളിലാണ് ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ള φ = നമുക്ക് എഴുതാം. ഈ K ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ NAB / K × I എന്ന് പറയും. ഇവിടെ K നമ്മൾ ഇങ്ങോട്ട് സിംപ്ലി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് NIAB / K എന്ന് വരും. അത് എന്തുകൊണ്ടാണ് IA മാറ്റി എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടേമുകളും നമ്മളൊരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കോൺസ്റ്റന്റ് ആണ്. ഒന്നാമത്തെ എന്നു നമ്മൾ ആ കൺസ്ട്രക്ഷൻ സമയത്ത് കണ്ടു, നമ്മളെ കൊടുക്കുന്ന റെക്ടാംഗിൾ ലൂപ്പിനകത്ത് എത്ര നമ്പർ ഓഫ് ടേൺസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അത് നമ്മൾ കൺസ്ട്രക്ഷന്റെ സമയത്ത് എത്ര നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ അത് നമ്മൾ ഫിക്സ്ഡ് ആണ്. എത്ര ഏരിയയിലാണ് നമ്മൾ അത് ചുറ്റി വെച്ചിരിക്കുന്ന റെക്ടാംഗുലർ കറണ്ട് ലൂപ്പിന്റെ ഏരിയ എത്രയാണ്, B നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയാണ്. ഇപ്പൊ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മളൊരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതെല്ലാം ഫിക്സ്ഡ് ആണ്, അതെല്ലാം കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ വരുന്നത് I മാത്രമേ ഉള്ളൂ. അപ്പം കറണ്ട് കൂടുന്നതിനനുസരിച്ച് φ ആംഗിൾ, അതായത് നീഡിൽ പോകുന്നതിന്റെ ആംഗിളും കൂടും. അപ്പം കറണ്ടിനനുസരിച്ചായിരിക്കും ഈ ആംഗിള് നമ്മുടെ നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്, നീഡിലെ ആംഗിൾ മാറുന്നത്, അതായത് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് കറണ്ടിനനുസരിച്ചായിരിക്കും. ഇനി ഒരു ഗാൽവനോമീറ്ററിന്റെ പ്രത്യേകത വളരെ ചെറിയ കറണ്ടിന് തന്നെ ഇതിന്റെ ഡിഫ്ലക്ഷൻ മാക്സിമം കാണിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കറണ്ട് മെഷർ ചെയ്യാനൊന്നും പറ്റത്തില്ല. കറണ്ട് ഡിറ്റക്ട് ചെയ്യാനും കറണ്ടിന്റെ ഡിറക്ഷനും മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനും മാത്രമേ ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ വെച്ചിട്ട് പറ്റത്തുള്ളൂ. വളരെ സിംപ്ലിഫൈ ചെയ്ത് വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിയുമ്പോൾ ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് അത് റൊട്ടേറ്റ് ചെയ്യും, അതൊരു ടോർക്ക് കാണിക്കും. അപ്പൊ ടോർക്ക് കാണിക്കുമ്പോൾ അത് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ ഒരു നീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേഷൻ കാണിക്കുമ്പോഴത്തേന് നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്ട് ചെയ്യും. അപ്പം എപ്പോഴാണ് ഇത് ടോർക്ക് കാണിക്കുന്നത്, എപ്പോഴാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ. ഓർക്കണം, ചുമ്മാ റെക്ടാങ്കുലർ ലൂപ്പ് വെച്ചാൽ പോരാ, അതിനകത്തൂടെ കറണ്ടും കൂടെ പാസ് ചെയ്യണം. നമ്മൾ മുമ്പിലത്തെ സെഷനിൽ കണ്ടായിരുന്നു. അപ്പൊ കറണ്ട് പാസ് ചെയ്യുമ്പം അതിന്റെ ഒരാമില് ഇൻടു ദ മീഡിയം ഫോഴ്സും മറ്റേ ആമിൽ ഔട്ട് ഓഫ് ദി മീഡിയം ഫോഴ്സും വരും. അതിന്റെ ഫലമായിട്ട് അത് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ഒരു നീഡിൽ വെച്ച് കഴിഞ്ഞാൽ നീഡിൽ ഔത്ത് ഡിഫ്ലക്ഷൻ കാണിക്കും, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്. ശരിയാണല്ലോ. അപ്പം ആ നീഡിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ ഇതിലൂടെ കറണ്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഒരു എക്യുപ്മെന്റ് ആണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ വേണമെങ്കിൽ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് കറണ്ട് നമുക്ക് മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം.
ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൺവേർഷൻ ഓഫ് കൺവേർഷൻ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ. ഇതിനെ നമുക്ക് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഗാൽവനോമീറ്റർ ഇതാണ്. ഇവിടെ നമ്മൾ ചുമ്മാ ഒരു റൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഗാൽവനോമീറ്റർ അതാണ്. ഗാൽവനോമീറ്റർ നമുക്കറിയാം, അതിനകത്ത് നമ്മൾ കോയിലുകൾ കൊടുത്തിട്ടുണ്ട്, നീഡിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് RG എന്ന് വിളിച്ചിരിക്കുന്നത്. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ എന്നുള്ളതാണ്. അപ്പൊ ആ ഗാൽവനോമീറ്ററിന് അതിൻ്റെതായ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഏത് എക്യുപ്മെന്റിനും അതിൻ്റെതായ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ അത് ഒപ്പോസ് ചെയ്യുന്ന ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് കറണ്ട് എപ്പോഴും കാണുമായിരിക്കും. അപ്പൊ ഗാൽവനോമീറ്ററിന് അതിന്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് RG എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും സിസ്റ്റമാണ് ഈ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്ററിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ചെറിയ എമൗണ്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നീഡിൽ ഡിഫ്ലക്ഷൻ ഫുള്ള് കാണിക്കും. അതുകൊണ്ട് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഗാൽവനോമീറ്ററിലോട്ട് എന്ത് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പാരലായിട്ട് ഒരു ചെറിയ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഓർക്കുക, ഗാൽവനോമീറ്ററിന് കംപ്ലീറ്റ് പാരലായിട്ട് വേറൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഈ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത ചെറിയ റെസിസ്റ്റൻസ് ആയിരിക്കും, വളരെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. SHUNT, ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇത്രമാത്രം ചെയ്താൽ മതി. ഒരു ലോ റെസിസ്റ്റൻസ്, അതായത് ഷണ്ട് റെസിസ്റ്റൻസ്, ഈ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇത്ര ചെയ്താൽ മതി. അങ്ങനെ കണക്ട് ചെയ്താൽ എങ്ങനെയാണ് ഈ ഗാൽവനോമീറ്റർ നമുക്ക് അമ്മീറ്റർ ആയിട്ട്, അതായത് കറണ്ട് മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ് ആയിട്ട് മാറ്റാം. ഇത് ഈ ഗാൽവനോമീറ്ററിന്റെ പ്രശ്നം എന്നാ, ചെറിയ എമൗണ്ട് കറണ്ട് പോകുമ്പോൾ തന്നെ ഇതിന്റെ ഡിഫ്ലക്ഷൻ ഫുള്ള് കാണിക്കും. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മളൊരു പാരലായിട്ടൊരു ചെറിയ റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ അതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ കറണ്ടിന് ഇപ്പൊ രണ്ട് വഴിയെ പോകാം. ഒന്നെങ്കിൽ ഗാൽവനോമീറ്ററിലൂടെ പോകാം, അല്ലെങ്കിൽ ഈ താഴത്തെ ലൈനിൽ കൂടെ ഈ ഷണ്ട് റെസിസ്റ്റൻസിനകത്തൂടെ കയറി പോകാം. നമ്മൾ എപ്പോഴും പറയും, കറണ്ട് എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ട് പോകാവുന്ന പാത്ത് ആയിരിക്കും കറണ്ട് ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു നല്ല ടൈമിൽ പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നല്ല ടൈമിൽ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആരെയാ? ലോ റെസിസ്റ്റൻസിനെയാണ്. അതായത് ഗാൽവനോമീറ്ററിനേക്കാളും ഒക്കെ ഒത്തിരി കുറവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ പാരലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കറണ്ട് കൂടുതലും ഇതിലേ പോകത്തുള്ളൂ, റെസിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലത്തൂടെ കറണ്ട് കൂടുതലും പോകത്തുള്ളൂ. റെസിസ്റ്റൻസ് കൂടിയ സ്ഥലത്തൂടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വളരെ ചെറിയൊരു എമൗണ്ട് കറണ്ട് മാത്രമേ ഗാൽവനോമീറ്ററിലൂടെ കയറി പോകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർക്കുക, കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഗാൽവനോമീറ്ററിലൂടെ കയറാനായിട്ട് വരുന്നു. പക്ഷേ നമ്മളൊരു ലോ റെസിസ്റ്റൻസ് പാരലായിട്ട് കൊടുത്തുകൊണ്ട് കൂടുതൽ കറണ്ടും ഈ ലോ റെസിസ്റ്റൻസിലൂടെ കയറി ഗാൽവനോമീറ്ററിലൂടെ കയറാതെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് വിടുക. ഗാൽവനോമീറ്ററിലൂടെ കയറാതെ പുറത്തോട്ട് പോയി. അതായത് നമുക്കറിയാം, നമ്മൾ വലിയ ടൗണുകളിലൊക്കെ ചെല്ലുമ്പം വലിയ ട്രാഫിക് ബ്ലോക്കുകളാണെങ്കിൽ നമ്മൾ ചിലപ്പം ബൈപ്പാസ് റോഡുകളുണ്ട്. അതായത് ടൗണിൽ കയറണ്ടാത്തവർക്ക് ടൗണിൽ കയറണ്ട, ബൈപ്പാസ് ചെയ്ത് നമുക്ക് ടൗണിന് അപ്പുറത്ത് പോയി കയറാവുന്ന തരത്തിലുള്ള റോഡുകൾ. സെയിം എഫക്റ്റ് തന്നെയാണ്. ഗാൽവനോമീറ്ററിനകത്തോടെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗാൽവനോമീറ്റർ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ കറണ്ടിനെയും ഈ താഴെ കൂടെ കടത്തിവിട്ട് ഗാൽവനോമീറ്ററിൽ കൂടെ കടത്താതെ നേരെ അങ്ങ് പോകും. പിന്നെ ഗാൽവനോമീറ്ററിലൂടെ കടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ, വളരെ ചെറിയൊരു എമൗണ്ട് കറണ്ട് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ആ ഒരു എമൗണ്ട് കറണ്ട് മെഷർ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഈ താഴെക്കൂടെ പോയത് എത്രയാണ്, മേളിൽ കൂടെ വന്നത് എത്രയാണെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഈ ഗാൽവനോമീറ്ററിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആകെ 1 ആംപിയർ കറണ്ട് പോയാൽ, ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയുന്നതാണ്, 1 ആംപിയർ എന്നുള്ള അത്രയും കറണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ കറണ്ടാണ്. ഈ ഗാൽവനോമീറ്റർ ഒന്നും താങ്ങുന്ന കറണ്ട് അല്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു 1 ആംപിയർ കറണ്ട് ഇതിനകത്തൂടെ പാസ് ചെയ്താൽ അതുവരെ മാക്സിമം ഗാൽവനോമീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുമെന്നിരിക്കട്ടെ. ക്ലിയർ ആണല്ലോ? ഒരിക്കൽ കൂടി നിങ്ങളെ ഒരിക്കലും മിസ്ലീഡ് ചെയ്യല്ല. ഗാൽവനോമീറ്ററിലൂടെ നമ്മൾ സാധാരണ മൈക്രോ ആംപിയർ കറണ്ടുകളൊക്കെ കടന്നു പോകത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. ഒരു 1 ആംപിയർ കറണ്ട് പോകുമ്പോൾ ഗാൽവനോമീറ്റർ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കുമെന്നിരിക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ താഴെ ഒരു ലോ റെസിസ്റ്റൻസ് കൊടുത്തു. അപ്പം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടുന്ന് ഒരു കറണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, 90% കറണ്ടും ഈ താഴെ ഷണ്ട് റെസിസ്റ്റൻസിനകത്തൂടെ പോകും. ബാക്കി 10% മാത്രമേ മേളിൽ കൂടെ പോകത്തുള്ളൂ എന്നിരിക്കട്ടെ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഒരു 1 ആംപിയർ കറണ്ട് വരുമ്പോൾ 90% കറണ്ടും ഷണ്ട് റെസിസ്റ്റൻസിനകത്തോടെ പോകും. അപ്പോൾ ഓർക്കുക, 1 ആംപിയർ കറണ്ട് ആകെ വരുന്നെങ്കിൽ അതിനകത്ത് 0.9 ആംപിയറും ഷണ്ട് റെസിസ്റ്റൻസിനകത്തോടെ ബൈപ്പാസ് ചെയ്ത് വിട്ടു, അതിനകത്തോടെ കയറിയില്ല. പിന്നെ മിച്ചം ആര് മാത്രമേ കയറിയുള്ളൂ? വെറും 0.1 ആംപിയർ കറണ്ട് മാത്രമേ ഇതിനകത്തൂടെ കയറിയുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഗാൽവനോമീറ്റർ 0.1 കറണ്ട് കാണിച്ചാൽ ശരിക്കും എത്ര കറണ്ടാണ് ഇവിടെ വന്നേ? 1 ആംപിയറാ വന്നതെന്ന് നമുക്കറിയാം. കാരണം 90% കറണ്ടും നമ്മുടെ ഗാൽവനോമീറ്ററിൽ കൂടെ കയറാതെ പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം നമുക്ക് ഈ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത്.
അപ്പൊ 90% കറണ്ടും ഈ ഷണ്ടിനകത്തൂടെ പോകുന്ന രീതി നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇവിടെ 1 ആംപിയർ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ 90% കറണ്ടും ഇതിലേ പോയി നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസിനകത്തോട് കയറി പുറത്തോട്ട് പോയി. പിന്നെ ആര് മാത്രമേ നമ്മുടെ ഗാൽവനോമീറ്ററിലൂടെ കയറിയിട്ടുള്ളൂ? വെറും 10% കറണ്ട് മാത്രമേ ഇതിനകത്തൂടെ കയറിയിട്ടുള്ളൂ. അതായത് 1 ആംപിയർ കറണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 0.9 ആംപിയർ കറണ്ടും ഷണ്ട് റെസിസ്റ്റൻസിനകത്തൂടെ പോയി ബാക്കി 0.1 ആംപിയർ കറണ്ട് മാത്രമേ നമ്മുടെ ഗാൽവനോമീറ്ററിലൂടെ വന്നിട്ടുള്ളൂ നമുക്കറിയാം. അപ്പൊ ഓർക്കുക 0.1 ആംപിയർ കറണ്ട് ആണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായി ഓക്കെ എത്ര കറണ്ട് വന്നിട്ടുണ്ട്? 1 ആംപിയർ കറണ്ട് വന്നിട്ടുണ്ട്. 0.9 ഷണ്ടിനകത്തൂടെ പോയി ബാക്കി 0.1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 0.1 കാണിക്കുന്നിടത്ത് നമുക്ക് അവിടെ എന്നാന്ന് എഴുതി വെച്ചാൽ മതി? 1 ആംപിയർ എന്ന് ആ ഗാൽവനോമീറ്ററിൽ എഴുതി വെച്ചാൽ മതി. ഇപ്പൊ 0.1 ആംപിയർ ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് ശരിക്കും എത്ര കറണ്ടേ ഗാൽവനോമീറ്ററിലൂടെ കയറിയിട്ടുള്ളൂ? 0.1 കറണ്ടേ ഗാൽവനോമീറ്ററിലൂടെ കയറിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഗാൽവനോമീറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നാ 1 ആംപിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ ഗാൽവനോമീറ്റർ അല്ല അമ്മീറ്റർ ഉണ്ടാക്കുന്ന ആൾക്ക് നേരത്തെ തന്നെ അറിയാം ഇവിടെ 1 ആംപിയർ കറണ്ട് വന്നാൽ 90% കറണ്ടും ഷണ്ടിനകത്തൂടെ പോയിട്ട് ആകെ എത്ര മാത്രമേ ഇതിലെ പോകത്തുള്ളൂ? 0.1 ആംപിയർ മാത്രമേ ഗാൽവനോമീറ്ററിലൂടെ കയറത്തുള്ളൂ. അപ്പൊ 0.1 ഗാൽവനോമീറ്ററിലൂടെ കയറിയാൽ നമുക്ക് അന്നേരം ഇമാജിൻ ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം ഓക്കെ എത്ര ആംപിയർ വന്നിട്ടുണ്ട്? 1 ആംപിയർ വന്നിട്ടുണ്ട്. അപ്പൊ 0.1 ആണ് ശരിക്കും കറണ്ട് ഗാൽവനോമീറ്ററിൽ വരുന്നതെങ്കിലും ഗാൽവനോമീറ്റർ നമ്മൾ എഴുതി വെക്കുന്നത് 1 ആംപിയർ എന്നാണ് എഴുതി വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ 10 ആംപിയർ കറണ്ട് വന്നിരിക്കട്ടെ. നമ്മുടെ ജനറൽ ഈ കറണ്ടിൽ നമ്മുടെ ഈ ലൈനിൽ 10 ആംപിയർ വന്നു. 10 ആംപിയർ വന്നാൽ നമുക്കറിയാം 90% ഷണ്ടിനകത്തൂടെ കയറിപ്പോ എത്രയാ? 9 ആംപിയർ കറണ്ടും ഷണ്ടിനകത്തൂടെ കയറിപ്പോകും. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഗാൽവനോമീറ്ററിലൂടെ വരുന്ന മിച്ചം എത്രയായിരിക്കും? മിച്ചം വരുന്ന 10%, അതായത് 1 ആംപിയർ കറണ്ട് ആയിരിക്കും. ശരിയാണല്ലോ? അപ്പൊ ഗാൽവനോമീറ്റർ 1 ആംപിയർ കറണ്ട് വന്നാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ എത്ര ആംപിയർ പുറത്ത് വന്നിട്ടുണ്ട്? 10 ആംപിയർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ 1 ആംപിയർ വരുന്നിടത്ത് നമ്മൾ 10 ആംപിയർ എന്ന് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ എഫക്റ്റീവ്ലി ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞായിരുന്നു ഗാൽവനോമീറ്റർ ഇൻ കേസ് 1 ആംപിയർ വരെ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ നമ്മളൊരു 90% കറണ്ടും ഷണ്ടിനകത്തൂടെ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് 10 ആംപിയർ വരെ മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. കൂടുതൽ കറണ്ടും വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ലോ റെസിസ്റ്റൻസ് ഗാൽവനോമീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ കറണ്ടും ഈ ലോ റെസിസ്റ്റൻസിനകത്തൂടെ കടന്നു പോകും. ശരിക്കും ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് കയറുന്നില്ല. അപ്പൊ ഗാൽവനോമീറ്ററിലൂടെ എത്ര കറണ്ട് കയറുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം പുറത്ത് എത്ര കറണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗാൽവനോമീറ്ററിൽ എഴുതി വെക്കുന്നത് അത്രയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. നമുക്കറിയാം നമ്മുടെ വെയിറ്റ് നോക്കുന്ന ഇലക്ട്രോണിക് വെയിങ് മെഷീനുകളിൽ നമ്മൾ നോക്കുന്നത് തന്നെ വെയിറ്റ് ആണ് നോക്കുന്നത്. ശരിക്കും നമ്മുടെ വെയിറ്റ് ആണ് നോക്കുന്നത്. ഇപ്പം എനിക്കൊരു 70 കിലോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ കയറി നിൽക്കുമ്പോൾ 70 കിലോഗ്രാം എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ വെയിങ് മെഷീൻ നോക്കുന്നത് നമ്മുടെ വെയിറ്റ് ആണ് നോക്കുന്നത്. നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 70 കിലോഗ്രാം നമ്മുടെ വെയിറ്റ് അല്ല. നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, m/g. ശരിക്കും ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വെയിറ്റ്. ഇപ്പൊ എന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ തൽക്കാലം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വിളിച്ചാൽ ഞാൻ 70 കിലോ ഉണ്ടെങ്കിൽ ഇൻറ്റു 10 mg ആണ് ഫോഴ്സ്. m/g ആണ് ഫോഴ്സ്. സോ ഞാൻ 70 കിലോ ഉണ്ടെങ്കിൽ 70 × 10 700 ന്യൂട്ടൺ ആണ് എന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? പക്ഷെ നമ്മൾ ഒരിക്കലും വെയിങ് മെഷീനെ കയറി നോക്കുമ്പോൾ 700 ന്യൂട്ടൺ ഒരിക്കലും കാണിക്കാറില്ല. കാരണം വെയിങ് മെഷീൻ ഡിസൈൻ ചെയ്ത ആൾക്കറിയാം അതിൽ 700 ന്യൂട്ടൺ എന്ന് കാണിച്ചാൽ അത് ഡിസ്പ്ലേ ചെയ്യുന്ന എത്ര ഡിസ്പ്ലേ ചെയ്താൽ മതി? 70 ഡിസ്പ്ലേ ചെയ്താൽ മതി. അതുപോലെ ഒരാൾ 55 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 55 കിലോ ഉള്ള ഒരാൾ അകത്തെ കയറി നിൽക്കുമ്പോൾ അതിന് മനസ്സിലാകുന്നത് എന്നാണ് ഓക്കെ അതിന് മനസ്സിലാകുന്ന വെയിറ്റ് ആണ് മനസ്സിലാകുന്നത്. എത്രയാ? 55 × 10 550 ന്യൂട്ടൺ ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഡിസ്പ്ലേ ചെയ്യുന്ന എന്നാന്ന് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ? 55 എന്ന് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. 550 നല്ല ഡിസ്പ്ലേ ചെയ്യുന്ന ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 55 എന്ന് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ എന്നാന്ന് കാണിക്കും? 55 കിലോഗ്രാം എന്ന് കാണിക്കും. ശരിക്കും അത് നോക്കുന്നത് എന്നാ 550 ന്യൂട്ടൺ എന്നാണ് അത് മെഷർ ചെയ്തത്. പക്ഷെ അത് നമ്മളെ കാണിക്കുന്നത് എന്നാ 55 കിലോഗ്രാം എന്നാണ്. ആ സെയിം തന്നെ എത്രയാണ് ഇവിടെ വന്നത്? 1 ആംപിയർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഗാൽവനോമീറ്ററിലൂടെ കയറിയത് എത്ര മാത്രമേ ഉള്ളൂ? 0.1 മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനറിയാം 0.1 ഇതിലെ കയറിയിട്ടുണ്ട്. മെയിൻ കറണ്ടിൽ എത്ര വന്നിട്ടുണ്ട്? 1 ആംപിയർ വന്നിട്ടുണ്ട്. അപ്പൊ 0.1 വന്നു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നാ 1 ആംപിയർ എന്ന് ഡിസ്പ്ലേ ചെയ്യും. അത് 1 ആംപിയർ എന്നാണ് നമ്മളവിടെ ഡിസൈൻ ചെയ്ത ആൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വലിയൊരു കറണ്ട് വന്നാലും ആ കറണ്ടുകളെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് മാറ്റിവിട്ട് ഇതിലൂടെ കയറുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കിയാൽ മെയിൻ കറണ്ടിൽ വന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഒരു ഗാൽവനോമീറ്ററിനെ നമ്മൾ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്താൽ ഒരു ലോ റെസിസ്റ്റൻസ് ഗാൽവനോമീറ്ററിന് പാരലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി അതിൻ്റെ
ഒരു ചെറിയ കാൽക്കുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസിനെ ഒക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എത്ര ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എത്ര കറണ്ട് വരും എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ മെയിൻ കറണ്ടിൽ വരുന്ന കറണ്ടിനെ, ആദ്യം വരുന്ന കറണ്ടിനെ ഞാൻ ഐ എന്ന് വിളിക്കുന്നു. ഗാൽവനോമീറ്ററിലൂടെ കയറുന്ന കറണ്ടിനെ ഐ ജി എന്ന് വിളിക്കുന്നു. ഇതാണ് വരുന്ന കറണ്ട് ഐ, ഗാൽവനോമീറ്ററിലൂടെ കയറുന്ന കറണ്ടിനെ ഐ ജി എന്ന് വിളിക്കുന്നു. ഇനി ഷണ്ട് റെസിസ്റ്റൻസിനകത്തൂടെ പോകുന്ന ആ വലിയൊരു എമൗണ്ട് ഓഫ് കറണ്ടിനെ നമ്മൾ ഓക്കെ ഐ മൈനസ് ഐ ജി എന്ന് വിളിക്കും. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ വരുന്ന കറണ്ട് എത്രയാണ്? ഐ എമൗണ്ട് ഓഫ് കറണ്ട് വരുന്നുണ്ട്. ഗാൽവനോമീറ്ററിലൂടെ കയറുന്ന എത്രയാണ്? ഐ ജി ആണ്. അപ്പൊ ബാക്കി വരുന്ന എത്രയാ? മൊത്തം ഈ ലൈനിൽ വരുന്ന കറണ്ട് ഐ, ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്നത് ഐ ജി. അപ്പൊ ഈ താഴെക്കൂടെ പോകുന്ന അപ്പൊ എത്രയായിരിക്കും? ഐ മൈനസ് ഐ ജി ആയിരിക്കും. കാരണം മൊത്തം ഐ വന്നു, ഐ ജി ഗാൽവനോമീറ്ററിലൂടെ കയറുന്നു, വളരെ ചെറിയ കറണ്ട് ആണ്. ബാക്കി മുഴുവൻ വരുന്ന ഐ മൈനസ് ഐ ജി, ടോട്ടൽ ഉള്ളത് മൈനസ് ഐ ജി. ഐ മൈനസ് ഐ ജി ആണ് ഈ താഴെ ഈ ഷണ്ട് റെസിസ്റ്റൻസിനകത്തോടെ കയറി ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന ഈ ഒരു പോയിന്റും ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റും. അപ്പൊ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ടേജിന്റെ നമുക്ക് ഒരു ഓംസ് ലോ അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ അറിയാം, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആ ഗാൽവനോമീറ്റർ വെച്ചിട്ട് നോക്കിയാൽ നമുക്കറിയാം ഗാൽവനോമീറ്ററിനകത്ത് അതിന്റെ അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കണം. നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ മതി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ മതി. ശരിയാണല്ലോ. അപ്പൊ ഇതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാ? ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാ? ഐ ജി ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ അവന്റെ റെസിസ്റ്റൻസ് എത്രയാ? ആർ ജി. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഐ ജി ഇൻറ്റു ആർ ജി. അതാണ് ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി അതേ പോയിന്റിൽ തന്നെയല്ലേ നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള റെസിസ്റ്റൻസിന് പകരം നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജിന് പകരം ഈ ഷണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഈ ഷണ്ട് റെസിസ്റ്റൻസും കണക്ട് ചെയ്തിരിക്കുന്ന അതേ പോയിന്റിലോട്ട് തന്നെയാണ്. അപ്പം അതും ആ രണ്ട് പോയിന്റിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. അതും കണ്ടുപിടിക്കാൻ എന്ത് മതി? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പൊ ഇതിലെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്? ഐ മൈനസ് ഐ ജി ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? ആർ എസ്. ഇപ്പൊ നോക്കിയേ, ഐ മൈനസ് ഐ ജി ഇൻറ്റു ആർ എസ്. അതായത് ഈ രണ്ട് പോയിന്റിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഗാൽവനോമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഷണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം. കാരണം നമുക്കറിയാം രണ്ട് റെസിസ്റ്റൻസുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. നമ്മൾ ഏതാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഒക്കെ പഠിച്ചപ്പം പറഞ്ഞതാ. ശരിയാണല്ലോ. റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്തോടുള്ള കറണ്ട് സെയിം ആയിരിക്കും. റെസിസ്റ്റൻസുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അവരുടെ അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. ശരിയാണല്ലോ. അപ്പൊ നമുക്കറിയാം ഈ ഗാൽവനോമീറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അപ്പൊ ഇതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ജി, അതിന്റെ റെസിസ്റ്റൻസ് ആർ ജി. അത് തന്നെ ആയിരിക്കും ഈ ഷണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജും, കാരണം ഇവർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന പാരലൽ ആയിട്ടാണ്. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? ഇതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാ? ഐ മൈനസ് ഐ ജി ഇൻറ്റു ഇവന്റെ റെസിസ്റ്റൻസ് എത്രയാ? ആർ എസ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഐ മൈനസ് ഐ ജി ഇൻറ്റു ആർ എസ് ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ആർ ജി. ഇതിനകത്ത് നമുക്ക് ആർ എസ് ഈസ് ഈക്വൽ എന്നാന്ന് കണ്ടുപിടിക്കാം. ഈ ഐ മൈനസ് ഐ ജി ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഐ ജി ഇൻറ്റു ആർ ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി എന്നൊരു ഇക്വേഷൻ ആണ് നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസിന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ ഷണ്ട് റെസിസ്റ്റൻസ് എത്ര റെസിസ്റ്റൻസ് വേണം, എത്ര പെർസെന്റേജ് കറണ്ട് ഇതിലെ കടന്നു പോകണമെങ്കിൽ ഈ ഷണ്ട് റെസിസ്റ്റൻസിന് എത്ര റെസിസ്റ്റൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഗാൽവനോമീറ്റർ റീഡിംഗ് എഴുതി വെക്കാനും പറ്റും. അപ്പൊ അത്തരത്തിൽ ഗാൽവനോമീറ്റർ ചെറിയ കറണ്ട് പോകുമ്പോഴേ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കുമെങ്കിലും നമുക്ക് കൂടുതൽ പെർസെന്റേജ് കറണ്ടും താഴെ ഷണ്ട് റെസിസ്റ്റൻസിനകത്തൂടെ കടത്തിവിട്ട് വളരെ കുറവ് കറണ്ട് മാത്രം നമ്മുടെ ഗാൽവനോമീറ്ററിലൂടെ കടത്തിവിട്ടിട്ട് എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരത്തിൽ ഗാൽവനോമീറ്ററുകളെ അമ്മീറ്ററുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ ഒരു ടോട്ടൽ സെറ്റപ്പിന്റെ, അതായത് മുഴുവനും കൂടെ കൂടുന്നതിനെയാണ് നമ്മൾ അമ്മീറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു സെഗ്മെന്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് അമ്മീറ്റർ എന്ന്. അങ്ങനെയാണെങ്കിൽ ആ അമ്മീറ്ററിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കുമ്പോൾ ഇവിടെ രണ്ട് റെസിസ്റ്റൻസുകൾ പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന് നമ്മൾ കണക്ട് ചെയ്ത ഷണ്ട് റെസിസ്റ്റൻസും, രണ്ട് അവിടെ ഉള്ള ഗാൽവനോമീറ്ററിന് ഇറ്റ്സെൽഫ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ആർ ജി എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് ആർ ജി, അതുപോലെ ഷണ്ട് റെസിസ്റ്റൻസിന്റെ റെസിസ്റ്റൻസ് ആണ് ആർ എസ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 1/R ഈസ് ഈക്വൽ ടു 1/RG പ്ലസ് 1/RS എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായിരിക്കും ആ അമ്മീറ്ററിന്റെ നെറ്റ് റെസിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ. സോ ഇതാണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ. അടുത്ത നമ്മൾ ചെയ്യുന്ന കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ
ഇത്രയാണ് ഗാൽവനോമീറ്റർ വരുന്നത്. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഗാൽവനോമീറ്റർ ഉണ്ട്. ഗാൽവനോമീറ്ററിന് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് നമ്മൾ ചുമ്മാ മാറ്റി വരച്ചിരിക്കുന്നത് കേട്ടോ. ആ റെസിസ്റ്റൻസ് ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് ഗാൽവനോമീറ്ററിന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഒരു റെസിസ്റ്റൻസിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇത് മുഴുവനും കൂടാണ് ഗാൽവനോമീറ്റർ. അപ്പൊ ഗാൽവനോമീറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതാണ് RG. ഇനി ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓർത്തോണം, ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഹൈ റെസിസ്റ്റൻസ് അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. മുമ്പിൽ എങ്ങനെയായിരുന്നു? ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടായിരുന്നു കണക്ട് ചെയ്യുന്നത്. അമ്മീറ്റർ ആയിട്ട് മാറ്റാനായിട്ട് ലോ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കൊടുക്കണം. ഇവിടെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ലോ റെസിസ്റ്റൻസ് അല്ല, ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുക്കണം. പാരലൽ ആയിട്ടല്ല, സീരീസ് ആയിട്ട് കൊടുക്കണം. നേരത്തെ കേസിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നാ ഗുണം എന്ന് ചോദിച്ചാൽ, ഗാൽവനോമീറ്ററിന് ഒരു നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. വീണ്ടും ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ രണ്ട് റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? R1 + R2. രണ്ട് റെസിസ്റ്റൻസും കൂടെ കൂടും, വലിയൊരു റെസിസ്റ്റൻസ് ആവും. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്നാ ഗുണം എന്ന് ചോദിച്ചാൽ, ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പൊ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് രണ്ടും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് എത്രയാ? RG + R. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാ? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണല്ലോ. അപ്പൊ ഇതിലെ കടന്നു പോകുന്ന ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ നമ്മൾ IG എന്നാണ് വിളിക്കുന്നത്. അപ്പം IG × RG + R. ശരിയാണല്ലോ? IG × RG + R. RG + R എന്ന് വന്നത് രണ്ടെണ്ണം സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RG + R എന്നുള്ളതാണ്. സോ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പം അത്രയും വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ആ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ ആദ്യമേ കണ്ടത്, ആ ഒരു ആനിമേഷൻ ഒക്കെ നമ്മൾ കണ്ടത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് ആയിരുന്നു. അപ്പം കൺസ്ട്രക്ഷൻ കണ്ടു, വർക്കിംഗ് കണ്ടു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണ്ടത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ എങ്ങനെ ഒരു അമ്മീറ്റർ ആയിട്ടും എങ്ങനെ ഒരു വോൾട്ട്മീറ്റർ ആയിട്ടും കൺവേർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പം ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ ഈ ഒരു എൻറ്റയർ ചാപ്റ്റർ നമ്മൾ തീരുകയാണ്. അപ്പൊ ഈ ചാപ്റ്ററിനെ മുഴുവനായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ചാപ്റ്ററിനെ 3 ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് സെഗ്മെന്റിൽ നമ്മൾ പറയുന്നത് ലോറൻസ് ഫോഴ്സ് ഇക്വേഷനെ കുറിച്ചിട്ടായിരുന്നു. ലോറൻസ് ഫോഴ്സ് ഇക്വേഷനകത്ത് വരുമ്പം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പം അതിന് വരുന്ന മാറ്റങ്ങൾ. മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഫോഴ്സ് ഒന്നുമില്ല. പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാക്സിമം ഫോഴ്സ് ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസ് എത്രയാണ്? R = mv/qb. അത് വെച്ചിട്ട് നമ്മൾ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞൊരു മിഷനെ കുറിച്ചിട്ട് പഠിച്ചു. ഇത്തരത്തിലുള്ള പാർട്ടുകളൊക്കെ ആയിരുന്നു ആദ്യത്തെ പോർഷനിൽ വന്നത്. അത് നിങ്ങൾ മനസ്സിരുത്തി കൃത്യമായിട്ട് നിരവധി തവണ NCERTയുടെ ബുക്ക് വായിച്ച് ആ ഒരു സെഗ്മെന്റ് നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നപ്പം നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് ബയോട്ട് സാവേർട്ട് ലോയും ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയും ആയിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഡിഫറെന്റ് ഷേപ്പിലുള്ള വയറിന്റെ പല സ്ഥലങ്ങളിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ആ ഒരു ഏരിയയിൽ എയിം ചെയ്തത്. അപ്പം ഡിറ്റർമിനേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതായിരുന്നു, അല്ലെ കാൽക്കുലേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് വരുന്നത്. അവിടെ നമ്മൾ സോളിനോയിഡും തോറോയിഡും കൂടെ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത തേർഡ് സെഷനകത്ത് നമ്മൾ വരുന്നത് ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിലൂടെ കറണ്ട് കയറുകയാണെങ്കിൽ ആ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പിന് ടോർക്ക് ഉണ്ടാവും. അപ്പം മാഗ്നറ്റിക് ടോർക്കിനെ കുറിച്ച് ആയിരുന്നു ഈ ഒരു സെഗ്മെന്റ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട്സ് എന്നുള്ള ആ ഒരു ഇതും പഠിച്ചു. അങ്ങനെ നമ്മൾ ആംപിയറിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ചെയ്തു. ഡിഫൈൻ 1 ആംപിയർ എന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുള്ളതാണ്. അപ്പം ആംപിയറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം അവസാനമായിട്ട് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് കൂടി പഠിച്ച് അങ്ങനെ ഒരു 3 സെഗ്മെന്റുകളായിട്ട് ആ ചാപ്റ്റർ, അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ്. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസിൽ പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, കാര്യങ്ങൾ മനസ്സിലാകുന്ന ചാപ്റ്റർ ആണ്. ആ ഒരു ഇമ്പോർട്ടൻസിൽ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചാപ്റ്ററിൽ വലിയ താമസിക്കാതെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേട്ടിരുന്നതിന് നന്ദി.